വീഡിയോയിൽ ഫിലിപ്സിൻ്റെ OTG മൈക്രോവേവിനെ പറ്റിയാണ് പരിചയപ്പെടുന്നത്. അതായത് ഇതിൻ്റെ ഫീഡ്ബാക്ക് മെയിനായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവ്, ഇതിൻ്റെ നെഗറ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഏതാണ് OTG ആണോ അതോ മൈക്രോവേവ് കൺവെൻഷൻ ആണോ നല്ലത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ എങ്ങനെ അറിയും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് മേടിച്ചിരിക്കുന്നത് HD 6976 എന്ന മോഡലാണ്. കൺവെൻഷൻ മോഡലിലുള്ള ഒരു കൺവെൻഷൻ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഈവനായിട്ട് ഒരു ടെമ്പറേച്ചർ എല്ലാ ഏരിയയിലേക്കും നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ഏരിയയിലേക്കും കടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മോഡാണ് ഈ കൺവെൻഷൻ മോഡ് എന്ന് പറയുന്നത്. അതായത് സിംപ്ലി പറഞ്ഞ ഒരു ഫാന്. അപ്പോൾ OTGക്ക് ഏകദേശം 40 ലിറ്ററിൻ്റെ കപ്പാസിറ്റി വരെ കിട്ടും. ഇത് 36 ലിറ്ററിൻ്റെ ആണ്. അതൊരു മാക്സിമം നമുക്കൊരു ഹോം യൂസിന് പറ്റിയ നല്ലൊരു അത്രയും ഒരു വലുപ്പമുള്ള ഒരു OTG തന്നെയാണിത്. അപ്പോൾ ഞാൻ OTG മൈക്രോവേവ് കൺവെൻഷൻ ഉപയോഗിച്ച ഇത് മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാദ്യം പറയട്ടെ. അപ്പോൾ നമുക്കറിയാം മൈക്രോവേവ് കൺവെൻഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് റേഡിയേഷൻ ഉണ്ട്. ഫുഡൊക്കെ അത് ഉപയോഗിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഗൂഗിളിലെടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് കൺവെൻഷൻ ഓവൻ ഉപയോഗിക്കുന്നത് കൊണ്ടെന്നാണ്. എങ്കിലും നാട്ടിൽ പലരും ഇത് ഉപയോഗിക്കുന്നുമുണ്ട്, ഫുഡ് ചൂടാക്കുന്നുണ്ട്, ഫുഡ് പാകം ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും കഴിക്കുന്നുമുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ സാധിച്ചപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാന് അതുപോലെ പല യൂറോപ്യൻ കൺട്രീസിലും ഇത് നിരോധിച്ചിരിക്കുകയാണ്. കാരണം അത് റേഡിയേഷൻ കൊണ്ടാണ്. അതായത് ഇത് OTG എന്ന് പറയുന്നത് കോയിൽ ചൂടായി ആ ഒരു ഹീറ്റ് ഫുഡിൽ ഇറങ്ങി വന്നിട്ട് ചൂടാവുകയാണ്. പക്ഷേ കൺവെൻഷൻ ഓവനിൽ എന്ന് പറയുന്നത് ആ ഒരു റേഡിയേഷൻ കൊണ്ട് ഫുഡ് തന്നെ വിഘടിച്ച് അങ്ങനെയാണത് പാകം ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ റിവ്യൂ, ഫീഡ്ബാക്ക് എല്ലാം നോക്കി ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഫൈനലൈസ് ചെയ്തത് ഒരു OTG വാങ്ങാമെന്ന്. കൺവെൻഷനും OTGയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ OTGക്കകത്ത് ഫുഡ് ചൂടാക്കാൻ പറ്റില്ല. കാരണം ചൂടാക്കാൻ പറ്റും, പക്ഷെ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ നമുക്ക് കറണ്ട് ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഇത് ചൂടാക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. കൺവെൻഷൻ ചൂടാക്കാനും പറ്റും. ഓൾ ഇൻ വൺ ആണ്. എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓവനാണ് കൺവെൻഷൻ ഓവൻ എന്ന് പറയുന്നത്. പക്ഷേ ഹെൽത്ത് ഹസാർഡ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. എങ്കിലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റെസിപ്പി ബുക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 52 ടൈപ്പ് ഓഫ് റെസിപ്പീസ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, അതിൻ്റെ ആ റാക്ക് എവിടെ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്, അതെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈം. അപ്പോൾ ഇതിനകത്തൊരു 10 കസ്റ്റമൈസ്ഡ് 1 ടച്ച് പ്രോഗ്രാംഡ് ഇതാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ആ ഒരു സ്ക്രീനിൽ തന്നെ ഒരു 10 ഓപ്ഷനുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് ടെമ്പറേച്ചറാണ്, എത്ര ടെമ്പറേച്ചർ, ഇപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസ് വേണമെങ്കിൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. അതുകൊണ്ട് ഇങ്ങനെ ടൈമും ഇങ്ങനെ ടെമ്പറേച്ചറും ആ ഫങ്ഷനും എല്ലാം നമുക്ക് സ്ക്രീനിൽ തന്നെ കാണുന്നതുകൊണ്ട് നമുക്ക് ഒരു OTG ഉപയോഗിക്കുന്ന ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ. വളരെ സിമ്പിളാണ്. കാരണം പിന്നെ കുറച്ച് നമുക്ക് ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കി ഫുഡ് ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ടൈം വെച്ച് വീണ്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മാസം എന്ന് പറയുന്നത് ശരിക്കും ഓരോ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അത് എത്ര ടെമ്പറേച്ചർ വേണം അതൊക്കെ നമ്മൾ പഠിച്ചു വരണം. ഓരോന്നിനും ഓരോ ബ്രാൻഡ് OTGക്കും പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് നമ്മളതൊന്ന് പഠിച്ചെടുക്കണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഗ്രില്ലിൻ്റെ ഒരു ട്രേ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബേക്കിംഗ് ട്രേ ഉണ്ട്. അതായത് കുക്കീസ്, ബ്രെഡ്, റസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കേക്ക് ബേക്ക് ചെയ്യുന്നതിനൊക്കെ ഉള്ള ട്രേ ആണത്. ഗ്രില്ലിൻ്റെ ട്രേക്കകത്ത് നമ്മൾ ചിക്കൻ, ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത്. പിന്നെ ഏറ്റവും അടിയിലായിട്ടൊരു ക്രം ട്രേ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റുകളെല്ലാം താഴെ വന്ന് വീഴാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇതിനകത്ത് വേസ്റ്റ് വീണ് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അതിനകത്ത് ആ ഒരു ഇങ്ങനെ ഫുഡൊക്കെ വീണതിൻ്റെ ആ ഒരു പാടൊക്കെ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം എന്തെങ്കിലും ഫോയിൽ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഷീറ്റ് അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും അതിന് മുകളിൽ വിരിച്ചതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക. മെയിൻലി ചിക്കൻ, ഫിഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ വേസ്റ്റ് താഴെ വന്ന് കരിഞ്ഞിരുന്ന് നമുക്കത് പിന്നീട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫോയിൽ പേപ്പറൊക്കെ അതിനടിയിൽ വിരിച്ചിടുകയാണെങ്കിൽ, അതായത് ക്രം ട്രേയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിരിച്ചിടുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ എടുത്തങ്ങ് കളഞ്ഞേച്ചാൽ മതി. അപ്പോൾ പിന്നെ ക്ലീനിങ് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ പ്രശ്നമായിട്ട് വരുന്നില്ല.
പിന്നെ അടുത്ത് ഇതിൻ്റെ ഒരു റോട്ടസറിയാണ്. അതായത് നമുക്ക് ചിക്കനൊക്കെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റിക്കിൽ തന്നെ കുത്തി വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ തന്തൂരി ഇങ്ങനെ വയ്ക്കുന്നത്, അങ്ങനെ കറങ്ങി വരും. അതാണ് റോട്ടസറി. അതായത് ചിക്കൻ ഫുള്ളോടെ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ പീസായിട്ട് നുറുക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റിക്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് വയ്ക്കാം. അപ്പോൾ റോട്ടസറി ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടില്ലേ ചിക്കൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെന്ത് നല്ല സൂപ്പറായിട്ട് വരുന്നത്, ആ ഒരു ഇതാണ്. അപ്പോൾ ഒറ്റ ഫുൾ ചിക്കൻ 2 കിലോയുടെ ഒരു ചിക്കൻ വരെ നമുക്ക് ഒരു സ്റ്റിക്കിൽ ഹാങ് ചെയ്തിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് അപ്പോൾ അതിനകത്തേക്കൊന്നും മസാല പിടിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ സാധാരണ ചെയ്യുന്നത് ചിക്കൻ വളരെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മളതൊരു തന്തൂരി അല്ലെങ്കിൽ അൽഫാം മോഡലിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ വലിയ ചിക്കൻ മാത്രമാണ് ചെയ്യത്തുള്ളൂ. കാരണം സ്മോൾ പീസസ് ഒന്നും ഇതിനകത്ത് കയറത്തില്ല. കാരണം ഒരുവിധം കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ അതിനകത്ത് കുത്തി കയറത്തില്ല. അപ്പോൾ ഒരു വലിയ ചിക്കൻ മാത്രം വയ്ക്കാവുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പം വലിയ ചിക്കൻ ഇത് ഫുൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെന്ത് നമുക്ക് ഏകദേശം ഒരു 50 മിനിറ്റ് കൊണ്ട് കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും 2 സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഒന്ന് ലൂസാക്കുമ്പോഴത്തേക്കും അതിങ്ങ് ഊരി വരും. എന്നിട്ട് ആ സ്റ്റിക്കിലേക്ക് നമുക്ക് ചിക്കൻ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് 2 സൈഡിലും 2 ഹുക്കുണ്ട്, അവിടെ നമ്മൾ ഹാങ് ചെയ്തിടുകയാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ ഇതെടുക്കാൻ വേണ്ടിയിട്ട് 2 ഹാൻഡിൽ നമുക്ക് തരുന്നുണ്ട്, അത് വെച്ചെടുക്കാം. അതിനേക്കാളും സേഫായിട്ട് എനിക്ക് തോന്നുന്നത് 2 ഗ്ലൗസ്, ഓവൻ സേഫ് ആയിട്ടുള്ള ഗ്ലൗസ് മേടിക്കുക. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. പിന്നെ ഇതിൽ കണ്ടൊരു കാര്യം, ഈ ഓവൻ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് എക്സ്റ്റേണലി, അതായത് പുറമേ ഒരുപാട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതിന് പുറത്തൊന്നും കവർ ചെയ്തിടരുത്. അത് എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ വെക്കുക. പിന്നെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഒരു കവറോ വല്ലോ ഇട്ട് നമുക്ക് മൂടിയിടാം. പക്ഷേ ആ ഒരു നന്നായിട്ട് ചൂടാവുന്ന ഹാൻഡിൽ, അതുപോലെ അതിൻ്റെ ആ ഒരു പുറത്തെ കവർ എല്ലാം നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു വലിയൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ ഇതിൻ്റെ വിൻഡോ എന്ന് പറയുന്നത്, നമ്മൾ ആ തുറക്കുന്ന ആ ഒരു ഡോറെന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഗ്ലാസ് ഇങ്ങനെ ചൂടെടുത്ത് പൊട്ടിപ്പോവുക. പക്ഷേ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മളത് വളരെ സേഫ് ആയിരിക്കണം. അതിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ആ സ്റ്റാൻഡിൽ വന്ന് അങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും അത് തുറക്കാൻ വേണ്ടിയിട്ട്. കാരണം അല്ലാതെ ചുമ്മാ പുറത്തേക്ക് ഇങ്ങനെ തുറന്നിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത്. നമുക്ക് ട്രേ ഒക്കെ എടുക്കാം. അതായത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ചൂടൊന്നും കയ്യിൽ തട്ടാതെ നമുക്ക് ഈ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നൊരു ഹാൻഡിലാട്ടോ ഇത് എളുപ്പമാണ്. നമുക്ക് ഗ്രില്ല് ട്രേ എടുക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ബേക്കിംഗ് ട്രേ നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമാട്ടോ. അത് നമുക്ക് പല റാക്കുണ്ട്, ഏത് ലെവലിലാണ് വെക്കേണ്ടത്. ഇപ്പം ഒരു 4 റാക്കുണ്ട്, ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഏറ്റവും മുകളിലാണ് വെക്കേണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ വയ്ക്കാം, ഏറ്റവും താഴെ വെക്കണമെങ്കിൽ താഴെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് തന്നെ 2 കേക്ക് വരെ നമുക്ക് ഇതിനകത്ത് ബേക്ക് ചെയ്യാൻ വേണമെങ്കിൽ, ചെറിയ ട്രേ ഒക്കെ ആണെങ്കിൽ നമുക്ക് 3 കേക്ക് വരെ ഇതിനകത്ത് ബേക്ക് ചെയ്തെടുക്കാം. കാരണം 36 ലിറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് ടെമ്പറേച്ചറിൻ്റെ നോബ്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫംഗ്ഷൻ തെളിഞ്ഞു വരും. അപ്പോൾ ഫംഗ്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു പവർ പ്ലഗ് നമ്മളെപ്പോഴും ഊരിയിടുക. കാരണം എന്തെങ്കിലും വോൾട്ടേജ് ഷോർട്ടേജ് ഒക്കെ വന്നത് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. കാര്യം ഇതിന് 2 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 1 ടച്ച് ഓപ്പറേഷൻ. അതായത് നമ്മൾ ഒന്ന് ക്ലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫുഡിൻ്റെ മെനു എല്ലാം വരുവാണ്. ഏത് ടെമ്പറേച്ചറാണെന്ന് നമുക്ക് അറിയാൻ കൺഫ്യൂഷൻ വേണ്ട, എത്ര ടൈം വേണം, ഇതൊന്നും നമുക്ക് എല്ലാം പ്രീസെറ്റായിട്ട് വെച്ചിരിക്കുക. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫിലിപ്സിൻ്റെ റിവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിവ്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആ ഡോർ എന്ന് പറയുന്ന ഗ്ലാസ് പൊട്ടിപ്പോകുന്നുണ്ടെന്ന്. പക്ഷേ ഞാനത് ടെൻഷൻ അടിച്ചായിരുന്നു വാങ്ങിയത്. പക്ഷേ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ട്രേ ഒക്കെ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം കഴുകുമ്പം എന്തെങ്കിലും ഒരു സ്ക്രബ്ബറൊന്നും വെച്ച് ക്ലീൻ ചെയ്യരുത്. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചൊക്കെ വെച്ചിട്ട് ഡിഷ് വാഷർ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹോട്ട് വാട്ടറിൽ കുറച്ച് ലെമൺ ജ്യൂസ് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ തുണി കൊണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലാതെ സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ.
പിന്നെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇത് ഓപ്പൺ ആക്കി വെക്കണം. അപ്പോൾ ഇതിന് ഡോറിന് 3 ലോക്ക് ഉണ്ട്. അതായത് ചെറിയതായിട്ടൊന്ന് തുറന്ന് വയ്ക്കാം, പിന്നെ കുറച്ചൊരു മീഡിയം സൈസിൽ തുറക്കാം, പിന്നെ ഫുള്ളായിട്ട് തുറക്കാം. അങ്ങനെ 3 സ്റ്റക്കിംഗ് ഓപ്ഷൻ ആ ഡോറിനുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് തുറന്ന് ഇടണം, ആ ചൂടും അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് പിന്നെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു ഫുഡിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. അപ്പോൾ നല്ല ഒരു ക്ലീനായിട്ട് നമുക്ക് ഓവൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ബട്ടണിൽ നടുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ലൈറ്റ് തെളിയും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഒന്ന് തെളിച്ച് വയ്ക്കാതെ, പിന്നെ അതേ ബട്ടണിൽ തന്നെ ജസ്റ്റ് ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പം ആ ലൈറ്റ് ഓഫ് ആയിക്കോളും. ഇനി ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാം. ഞാൻ ആദ്യം തന്തൂരി ഉണ്ടാക്കിയപ്പം ഫസ്റ്റ് ടൈം വളരെ ഫ്ലോപ്പായി പോയി കേട്ടോ. വളരെയധികം ബോറായിരുന്നു. കാരണം അത് ടെമ്പറേച്ചർ കൂട്ടി വെച്ചു, അതുപോലെ തന്നെ ചിക്കൻ്റെ ഉള്ളോട്ട് വെന്തുമില്ല. അപ്പം ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ട് ടൈം കൂട്ടി വയ്ക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് കുക്കായി കിട്ടും. പിന്നെ ചെയ്തതെന്ന് പറയുന്നത് ഒരു ബ്രെഡും അതിനോടൊപ്പം തന്നെ ഒരു കേക്കും കൂടി ബേക്ക് ചെയ്തെടുത്തു. വളരെ സൂപ്പറായിട്ട് നമുക്കത് കിട്ടി. ആ ഒരു ബേക്കിംഗ് ഓപ്ഷനിൽ തന്നെ ഒരു 30 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടി. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതിനകത്ത് സെറ്റ് 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 20 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ അടുത്ത് ഉണ്ടാക്കിയത് പപ്സ് ആയിരുന്നു. അപ്പോൾ പപ്സ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ ഭയങ്കര നല്ല സൂപ്പറായിരുന്നു. ഇച്ചിരി ടെമ്പറേച്ചർ കൂടിപ്പോയി, പറഞ്ഞ പോലെ ഒന്ന് കരിഞ്ഞു പോയതുപോലെയൊക്കെ ആയി, എങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പപ്സും കിട്ടിയിരുന്നു. പിന്നെ വേറെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് കേക്കും ഗ്രില്ലിങ് ഓപ്ഷനുമാണ് ഏറ്റവും നല്ല. പിന്നെ സ്നാക്സ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു എണ്ണയില്ലാതെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓയിൽ കുറയ്ക്കാൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ സാധാരണ ചിക്കൻ 65 ഒക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എണ്ണയുടെ ആ ഒരു നമുക്കറിയാമല്ലോ, ഒരുപാട് കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ട് നമുക്കപ്പോൾ ഏറ്റവും ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ OTG എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കപ്പ് കേക്ക് ഉണ്ടാക്കി കേട്ടോ, അതും സൂപ്പറായിരുന്നു. അതിനൊരു ഏകദേശം ഒരു 20 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. അപ്പോൾ ആ കേക്കിൻ്റെ മിക്സ് തന്നെയാണ് കപ്പ് കേക്കിന്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കാം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 36 ലിറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട്, കുറച്ചധികം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസമൊക്കെ നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടി എടുക്കുകയും ചെയ്യാം. അപ്പം ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു മാവിൻ്റെ ആ ഒരു ടെക്സ്ചർ ശരിയായില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ മയം ഉണ്ടാവത്തില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10,000 ആണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. പിന്നെ നമുക്ക് ആമസോണിൽ കിട്ടും 10,250 ആ ഒരു റേറ്റിൽ നമുക്ക് കിട്ടും. ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു OTG തന്നെയാണിത്. പിന്നെ റേറ്റ് കൊണ്ട് നമുക്ക് അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് പുറമേ നന്നായിട്ട് ചൂടാകുന്നുണ്ട്, അതാണ് ഇതൊരു പ്രോബ്ലം ആയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റെസിപ്പി ബുക്ക് തരുന്നതുകൊണ്ട് നമുക്ക് ബിഗിനേഴ്സിന് വളരെ എളുപ്പമാണ്. ഏത് ടെമ്പറേച്ചർ വേണം, ഏത് റാക്കിൽ വെക്കണം, എങ്ങനെ ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും ഇതിനുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ കാര്യമില്ല, യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെസിപ്പികൾ എങ്ങനെ ഉണ്ടാക്കണം എന്നെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കണമെങ്കിൽ ഇതുപോലെ ഒരു ബുക്ക്ലെറ്റ് ഉള്ളതുകൊണ്ട് വളരെ ഈസിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. OTG ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക, അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.